പ്രോസിക്യൂഷൻ രംഗം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പൊതുവെ ഉണ്ടായ ധാരണ. എല്ലാ ഘട്ടത്തിലും ആ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹവും നിയമവൃത്തങ്ങളുമെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒരു സർക്കാർ എന്ന നിലക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നുവെന്ന സന്ദേശം തന്നെയാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൊതുവിലുണ്ടാക്കിയിട്ടുള്ളത്. കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിൻ്റെ നിയമപരമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് തുടർ നടപടികൾ എന്തൊക്കെ വേണമെന്നത് തീരുമാനിക്കാനാവും. ഏതായാലും ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അതിജീവിത എല്ലാ ഘട്ടത്തിലും അവർക്കാവശ്യമായ പിന്തുണ നൽകുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുതന്നെയാണ് ഇനിയും തുടരുക എന്നതാണ് വ്യക്തമാക്കാനുള്ളത്. അങ്ങനെ ഇവിടെ അത് UDF കൺവീനറുടെ UDF രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണത്. നമ്മളെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിരുത്തലാണ് എന്ന് തോന്നുന്നില്ല. പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും അതിജീവിതക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റും ആ നില തന്നെയാണ് എടുത്തു പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദഗതി UDF കൺവീനർ രേഖപ്പെടുത്തിയായി കാണുന്നുണ്ട്. അതിന് എന്തിനാണ് അപ്പീൽ പോകുന്നത്? അപ്പീലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നിയമപരമായി പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ് എന്ന്. ആ പരിശോധന നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്തിനാണ്, വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ടാണോ ഗവൺമെൻറ് അപ്പീലിന് പോകുന്നത് വരെ ചോദിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിയമപരമായ പരിശോധനകൾ നടന്ന് അതിനുശേഷം ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നത് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കാനുള്ളത്. എന്തുകൊണ്ടാണ് അത്ര ധൃതിപ്പെട്ട് ഒരു പ്രതികരണം വന്നത് എന്നത് അത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. നമ്മുടെ നാടിൻ്റെ പൊതുവായ വികാരത്തിനെതിരെയുള്ള ഒരു പറച്ചിലായിപ്പോയി അത് എന്നാണ് തോന്നുന്നത്. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഒരു ഇമെയിൽ സന്ദേശമായിരുന്നു വന്നത്. ഇമെയിൽ സന്ദേശം വന്നപ്പോൾ ആ സന്ദേശം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിനൊരു കാലതാമസവും ഉണ്ടായിട്ടുണ്ട്. എനിക്കങ്ങനെ ഓർമ്മയില്ല. അങ്ങനൊരു നിവേദനമൊന്നും കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ദിലീപ് പറയുന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് അദ്ദേഹത്തിൽ തന്നെ വ്യക്തത വരുത്തണമല്ലോ. അതല്ലേ നല്ലത്. എന്നെ അറിയിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതെ, ആ പ്രസ്താവന കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് മനസ്സിലാകാത്ത കാര്യമാണ്. അത് പോലീസിൻ്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. തെളിവുകൾ മുന്നിൽ വരുമ്പോൾ പോലീസിൻ്റെതായ നടപടികൾ സ്വീകരിച്ചു പോകും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.